ഇപ്പോഴത്തെ സാഹചര്യത്തില് നമ്മൾ അമ്മയെ വെറുപ്പിക്കാതിരിക്കുന്നതാ ശ്യാമേട്ട നല്ലത്. സത്യേട്ടൻ പോലും അമ്മയെ ധിക്കരിച്ചപ്പോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സത്യൻ അമ്മയെ നേരിട്ട് ധിക്കരിക്കുന്നില്ലെന്നേ ഉള്ളൂ. അവൻ അവസാനം പറഞ്ഞത് കേട്ടല്ലോ. അമ്മ എന്ത് ശാപജന്മം എന്ന് പറഞ്ഞാലും പ്രതിഭ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ, പ്രതിഭ ഇവിടെ വന്നാലേ അമ്മയ്ക്ക് പ്രശ്നമുള്ളൂ. അത് സത്യേട്ടനും അറിയാം. നമുക്കും അങ്ങനെ പോയാ മതി ശ്യാമേട്ട. പിന്നെ പ്രതിഭയ്ക്ക് എന്നോട് പിണക്കം തോന്നാൻ ഒരിടയുമില്ല. അമ്മയെ ധിക്കരിച്ച ഞാൻ പ്രതിഭയ്ക്ക് കുടിക്കാനുള്ള വെള്ളം വരെ കൊണ്ടുകൊടുത്ത. എന്നിട്ട് പ്രതിഭ കുടിച്ചോ? ഇല്ലല്ലോ. ശ്യാമേട്ടനോടെല്ലാം സത്യേട്ടൻ പറഞ്ഞല്ലേ, പിന്നെന്തിനാ എന്നോട് ചോദിക്കുന്നേ? ഞാൻ ചോദിച്ചില്ലല്ലോ, നീ പറഞ്ഞതല്ലേ. ശരി, ശ്യാമേട്ടനും സത്യേട്ടനും പരസ്പരം എല്ലാം തുറന്ന് സംസാരിക്കുന്നതല്ലേ? പ്രതിഭ ആരാണ് ഇങ്ങോട്ടേക്ക് അയച്ചെന്ന് സത്യേട്ടൻ പറഞ്ഞോ? ഇന്ദ്രേട്ടനാണ് സത്യേട്ടൻ ഇങ്ങോട്ട് അയച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇന്ദ്രേട്ടൻ തന്നെയാണോ പ്രതിഭ ഇങ്ങോട്ടേക്ക് അയച്ചത്? സത്യേട്ടനെ അറിയാമെങ്കിൽ ശ്യാമേട്ടനും അറിയായിരിക്കും. ഞാൻ അമ്മയോട് പറയുന്നുള്ള പേടിയൊന്നും വേണ്ട. ശ്യാമേട്ടൻ പറ, ഇന്ദ്രേട്ടൻ തന്നെയാണോ അതിന്റെ പിന്നിൽ? അല്ല, അനുചേച്ചിയാ പ്രതിഭ ഇങ്ങോട്ട് അയച്ചത്. അനുവേട്ടത്തെയോ? അതെങ്ങനെ? പ്രതിഭ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അബോർഷനുള്ള ടാബ്ലറ്റ് മേടിച്ചത് അനുചേച്ചി അറിഞ്ഞു. അവരപ്പോൾ തന്നെ പ്രതിഭയുടെ വീട്ടിൽ പോയി അവൾ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അനുചേച്ചിക്ക് ഈ വീട്ടിൽ വെച്ച് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാവും തോറ്റു പിന്മാറരുതെന്ന് പ്രതിഭയെ ഉപദേശിച്ചത്. അനുചേച്ചി പറഞ്ഞാൽ ഇന്ദ്രേട്ടനും സത്യനും പ്രതിഭയുടെ കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയായിരുന്നു അവർക്ക്. പക്ഷേ അതിപ്പോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഈശ്വര, അനുവേട്ടത്തെയാണ് ഇതിന്റെ പിന്നിലെന്നറിഞ്ഞ പ്രശ്നമാകുമല്ലോ. അറിയരുത്, ഒരു കാരണവശാലും അമ്മ അറിയരുത്.